ഹലോ എവരിവൺ, ഇത് ബഗാര റൈസ്, ബഗാര അന്നം. തെലങ്കാനക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടെ സ്വന്തം ഐറ്റമാണിത്, ബഗാര അന്നം. ആന്ധ്രക്കാരുടെ അല്ല, തെലങ്കാന. ഇവിടെ ഏതൊരു ഫങ്ഷനോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു മെയിൻ ഐറ്റം. സാധാരണ ചോറല്ല, ബഗാര അന്നം, തെലങ്കാനയുടെ സ്വന്തം റെസിപ്പി. നമുക്കെന്നാലേ ഈ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടേ വാ. ഞാനിവിടെ എടുത്തേക്കുന്നത് ബാസുമതി റൈസാണ്. നമുക്ക് ഈ ബാസുമതി റൈസ് കൊണ്ട് മാത്രമല്ല, സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത് ഈ അരിയില്ലേ, നമ്മുടെ നാട്ടിലും കിട്ടുമായിരിക്കും, ജീരകശാല അരി. ഇതും കൊണ്ടും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബാസുമതി റൈസ്. അതും ഇതിൻ്റെ ഈ പാത്രത്തിന്, അത് 1/2 കിലോ പാത്രമാണ്. ഇതിന് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു 2 മീഡിയം സൈസ് ഉള്ളി നീളത്തിലരിഞ്ഞ്, അതെന്താ ഈ കട്ടിയിൽ അരിയണേ. നിങ്ങൾക്ക് കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ നൂല് പോലെ ആയിപ്പോവും എണ്ണയ്ക്കകത്ത് വഴന്ന് കഴിയുമ്പം. ഇങ്ങനെ ഈ കട്ടിയിലരിഞ്ഞ ഉള്ളി, അത് 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. പിന്നെ വേണ്ടുന്നത് മെയിൻ ഐറ്റം പുതിന, അതേ നമ്മുടെ മിൻറ്റ് ലീവ്സ്. പിന്നെ കുറച്ച് കൊത്തീര, അതായത് എന്തുവാ മല്ലിയില. ഇത്രയുമാണ് വേണ്ടത്. ശരി, എന്നാൽ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ചോറുണ്ടാക്കാനായിട്ട് ഞാൻ ചർവം വെച്ചു. അതിലേക്കൊരു 2 സ്പൂൺ നെയ്യും 1 സ്പൂൺ എണ്ണയും ഒഴിച്ചു. ഇനിയിപ്പം വേണ്ട ബേ ലീഫില്ലേ, അതും ഇട്ടു. പിന്നെ മസാല, ഹോൾ മസാല, ഗ്രാമ്പൂ, 2 ഏലക്ക, കറുവാപ്പട്ട, സ്റ്റാർ ആംഗിൾസ്, ഇത് ബിരിയാണി പൂവ്, പിന്നെ ഷാജീര. പിന്നെ നമുക്ക് നിർബന്ധമില്ല, ഓപ്ഷണലായിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു പിടി കാജു, അതായത് നമ്മുടെ കശുവണ്ടി വിട്ട് ഇതിപ്പം വഴറ്റിയെടുക്കാം. ഇത് മൂത്തു. ഇപ്പം ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, അതുപോലെ പുതിന, അതെ നമ്മുടെ മിൻറ്റ് ലീവ്സ്, ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കിടക്കാം. ഇപ്പം വേണ്ട ഈ ഉള്ളി വഴന്ന് കേട്ടോ, അതായത് ട്രാൻസ്പെറൻ്റ് ആയില്ലേ ഉള്ളിയും പച്ചമുളകും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ അരച്ച് സ്റ്റോർ ചെയ്തിരുന്നത് കേട്ടോ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഇത് വഴറ്റാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അരച്ചത്. അന്നേരം അത് സ്റ്റോർ ഇരുന്നോളും. നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നതിൽ എത്ര നാൾ വേണമെങ്കിലും അഴുക്കാകാതെ ഇരുന്നോളും. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഇത് വഴലിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മൊത്തം പോയി നല്ല ഇതായെല്ലാം വരെ എടുക്കും. ഇത് വഴന്ന് കേട്ടോ, അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം പോയി. ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ചേർക്കുന്നത്, പൊടിയിട്ടും ചേർക്കാം, കുഴപ്പമില്ല. കല്ലുപ്പുള്ളത് കൊണ്ട് ചേർക്കുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് എടുത്തതാണ്. ഇതാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അരിയുടെ അനുസരിച്ച് വെള്ളത്തിന് മാറ്റം വരുമായിരിക്കും. നമ്മൾ റെഗുലർക്ക് വിൽക്കുന്ന അരിയാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല അതിന് എന്തോരം വെള്ളം വേണമെന്നുള്ളത്. അതിൻ്റെ അനുസരിച്ച് ഇവിടെ കിടന്ന് തിളയ്ക്കണം. ഈ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. വേണ്ട വെള്ളം തിളച്ച് മറിയുന്നു. ഇപ്പം നമുക്ക് തിളച്ചില്ല നന്നായിട്ട്. ഇപ്പം നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാമേ. നമ്മൾ സാധാരണ റെഗുലറായിട്ട് ചോറ് വെക്കുന്ന അരിയാണെങ്കിൽ കഴുകി വാരി ഇട്ടാൽ മതി. ഇത് ബാസുമതി റൈസ് ആയതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ്, ജസ്റ്റ് 10 മിനിറ്റ് മാത്രമേ കഴുകി അത് വെള്ളത്തിലിട്ട് വെച്ചുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിവിടെ കിടന്ന് വേവട്ടെ. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി, ഓൾമോസ്റ്റ് വെള്ളം വറ്റി. ഇപ്പം നമുക്കിതൊന്ന് അരി ഉടയാതൊന്ന് ഇളക്കി കൊടുത്തേച്ച് മൊത്തം അതിലേക്കൊന്ന് ഇളക്കി വെച്ച് ഇതിലേക്ക് മല്ലിയില ഇട്ട്, ഇതിങ്ങനെ മല്ലിയില ഇട്ടേച്ച് ഇത് തീ കുറച്ച് വെക്കാം, ഏറ്റവും കുറച്ച് വെച്ച് അടച്ച് വെച്ച് കൊടുക്കാമേ. അടച്ച് വെച്ച് തീയും കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇതാ ചോറ് തയ്യാർ. കളറുണ്ടെങ്കിൽ കളറ് ചേർക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഒന്നാന്തരം ചോറ്.
വെന്തു, നന്നായിട്ട് പാകത്തിന് വെന്തു എടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഈ അരി ചോറ് വെച്ചിട്ട് ഇങ്ങനെ ബഗര റൈസ് സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയും അതുപോലെ ഈ വഴുതനങ്ങ കറിയുടെ കൂടെയും ഒക്കെ നമ്മുടെ മപ്പാസാണെന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണേ. ബായ്, അടുത്ത വീഡിയോയിൽ കാണാമേ.